സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കായെ അങ്ങ് വലിച്ചു കീറി എല്ലാവരും കൂടെ ഭിത്തിയിലൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ അദ്ദേഹം ചൂരൽമല സന്ദർശിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ തന്നെ വൈറലായി. മമ്മൂക്ക യാത്ര തിരിക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിന്റെ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് സർക്കാരിന്റെ നേട്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ചിലപ്പം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം മമ്മൂക്കായുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ആ പാർട്ടിയാണ് ഇപ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്നത്. ഒരു നാട്ടിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ആ ദുരന്തത്തെ മറികടക്കാൻ അതിനുവേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്. അല്ലാതെ അത് ആരുടെയും ഔദാര്യമൊന്നും അല്ല എന്ന് ആദ്യം തന്നെ അങ്ങോട്ട് പറയാണ്. ഒരുപാട് ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തു. അത് നടപ്പാക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് പ്രാബല്യത്തിലാക്കി കൊടുക്കേണ്ടത് അതാത് സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷികൾ തന്നെയാണ്. അതിനകത്തൊരു മാറ്റമില്ല. അതിന് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പണം പിരിക്കാനാണെങ്കിലും കൊള്ളാം. അവിടെ ആ ദുരന്തം ഉണ്ടായ സമയത്ത് ഈ റഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യം തൊട്ട് അവസാനം വരെയും അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പം മമ്മൂക്ക ചൂരൽമല സന്ദർശിക്കുന്ന സമയത്ത് ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി മമ്മൂക്കയുടെ കൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. നമ്മൾ ആ സമയത്ത് ഈ റഫീഖ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. കാരണം അവരെ ഒരു ഷൗട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പുള്ളിയുടെ ആ ഒരു പറച്ചത്. കാരണം അദ്ദേഹം ഒന്ന് കാണട്ടെ, എല്ലാം നിങ്ങളെല്ലാവരും ഒന്ന് മാറി നിൽക്കൂ, ഇനി ആരും ഇങ്ങോട്ട് വട്ടം കയറരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാധാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു ഹേറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ജനങ്ങളെ മാറ്റി നിർത്തുന്നത് പുള്ളിക്ക് അത് ഇഷ്ടമല്ലാത്തത് തോന്നിയത് കൊണ്ട് പുള്ളി സ്പോട്ടിൽ മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ്. അത് ആര് നിൽക്കുന്നു എന്നൊന്നും പുള്ളി നോക്കാറില്ല. പുള്ളിയുടെ മനസ്സിൽ അന്നേരം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ കൂടെ നടക്കണ്ട, കാരണം നിങ്ങൾ എൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കും എന്ന് പറഞ്ഞത് എന്താണ് ഇത്ര വലിയ സംഭവം അല്ലെങ്കിൽ എന്താണ് ഇത്ര വലിയ തെറ്റായിട്ട് ആളുകൾ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു അർത്ഥത്തിലായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സർക്കാരിന്റെ പ്രവർത്തനമൊക്കെ വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കും. ജനങ്ങളുടേതാണ്. അപ്പൊ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ. പഴം പറിക്കും. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. വിക്രമിച്ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും നിർത്തിയെന്ന് അവമാനിക്കുവാണ്. സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തി ഇടും. നമ്മുടെ ആവശ്യമായി പോയില്ലേ, ഞാൻ തനിച്ചു പോയി ഒന്ന് വിരട്ടി നോക്കാം. അത് നല്ലതാ. അദ്ദേഹം കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക. അതിന് നീയതാ. അദ്ദേഹം ഒന്ന് കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക. ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. അതല്ലേ ശരി. ഇനി ഇറങ്ങരുത് കേട്ടോ. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. നിങ്ങൾ എന്റെ കൂടെ എടുത്ത് ഇപ്പൊ ആൾക്കാര് വലിയ രീതിയിൽ ട്രോളാക്കി ഇടുന്നുണ്ട്. കാരണം ആ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ചൂരൽമലയിലെ ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ളൊരു വ്യക്തി, അതിനകത്തൊന്നും ഒരു സംശയമില്ല. അദ്ദേഹത്തെ അപമാനിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മമ്മൂക്ക ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. കാരണം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പം അവിടെ വന്നിറങ്ങിയപ്പോൾ മൊലി റഫീഖ് എന്ന് പറയുന്ന വ്യക്തി കൂടെ തന്നെ ഉണ്ട്. കാരണം ഇതൊരു സർക്കാർ പൊതുപരിപാടിയോ അല്ലെങ്കിൽ ഇതൊരു സർക്കാരിൻ്റെ ലേബിൾ നടത്തുന്ന ഒരു പരിപാടിയൊന്നും അല്ല. ഈ പരിപാടി നടക്കുന്നതിന് തൊട്ട് മുമ്പ് MA ബേബി അവിടെ വന്ന് സന്ദർശിച്ച് പോയ ആ സമയത്ത് ഈ പത്രമാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പല വാർത്തകളും ഇപ്പോൾ വരുന്ന നമുക്ക് കാണാം. കാരണം നമുക്ക് ഔദ്യോഗികമായിട്ട് ആരെയും അറിയിച്ചിട്ടൊന്നും അല്ല വന്നത്. ആ ഒരു ടൗൺഷിപ്പ് കാണാൻ വേണ്ടി അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അവിടുത്തെ ജനങ്ങളെ ഒന്ന് കാണാനും ആ ഇതെല്ലാം ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ആളാകാൻ നോക്കിയപ്പോഴത്തേക്ക് മമ്മൂക്ക ആ ഒരു അഭിപ്രായം പറഞ്ഞു. ഇതിപ്പോൾ പറയുമ്പോഴത്തേക്ക് എന്നെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം ഞാൻ മമ്മൂക്കയുടെ ഒരു വലിയൊരു ആരാധകനായതുകൊണ്ട് മമ്മൂക്ക എന്ത് ചെയ്താലും എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. പുള്ളിനെ അറിയുന്നവർക്ക് പുള്ളിയെ നന്നായിട്ട് അറിയാം. പുള്ളി സ്പോട്ടിൽ പ്രതികരിക്കും, മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരാളല്ല. അപ്പോൾ ഇതിന് ഇപ്പം ഈ എന്താ പറയുക, സംഘി സൈബറും കോൺഗ്രസിൻ്റെ കുറച്ച് സൈബർ മേഖലകളും
മമ്മൂക്കായെ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഇതിനെടുത്തിട്ട് അങ്ങ് വലിയ രീതിയിൽ ഇത് വലിയ സംഭവമാണ്, വലിയ ആനക്കാര്യമാണെന്നുള്ള രീതിയിൽ മമ്മൂക്ക അഹങ്കാരിയാണ്, മമ്മൂക്ക മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തായാലും നിലവിളിക്കുന്നവരോടൊക്കെ നിലവിളിക്കട്ടെ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാം. അദ്ദേഹത്തിന് ആരുടെ മീഡിയ അറ്റൻഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്നൊന്നും കാണിക്കേണ്ട ഒരു കാര്യവും ആ മനുഷ്യനില്ല എന്നുള്ളത് ആ മനുഷ്യനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, വിമർശിക്കേണ്ടാത്തവർക്ക് വിമർശിക്കാതിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.